നേര്യമംഗലം അഗ്നിരക്ഷാ നിലയത്തിന് പുതിയ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ അനുവദിച്ചു. പുതുവാഹനം കോതമംഗലം MLA ഷിബു തെക്കുംപുറം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും നടപ്പാക്കാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഭാഗമായി നേര്യമംഗലം അഗ്നിരക്ഷാ നിലയത്തിന് പുതിയ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ സ്വന്തമായി. പുതിയ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ കോതമംഗലം MLA ഷിബു തെക്കുംപുറം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ന് നേര്യമംഗലം ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ അതിൻ്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ആദ്യമേ തന്നെ ഈ വാഹനം അനുവദിച്ച സംസ്ഥാന സർക്കാരിനോടുള്ള നന്ദി എല്ലാ ജനപ്രതിനിധികൾക്കും വേണ്ടി ഞാൻ പ്രത്യേകമായി രേഖപ്പെടുത്തുകയും ഈ നേര്യമംഗലം ഫയർ സ്റ്റേഷൻ കഴിഞ്ഞ 4 മാസക്കാലമായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ച് ആദരണീയരായ ജനപ്രതിനിധികളുടെയും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വലിയ സേവനം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ പ്രിയപ്പെട്ട സ്റ്റേഷൻ ഓഫീസർ രതീഷ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 70ഓളം കോളുകൾ അറ്റൻഡ് ചെയ്യാനും അതിന് പരിഹാരം കണ്ടെത്താനും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കഴിഞ്ഞു എന്നത് അഭിമാനാർഹമായ ഒരു പ്രവർത്തനമാണ് ഈ ഫയർ സ്റ്റേഷൻ നടത്തിയിട്ടുള്ളത്. അതിന് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടൊക്കെയുള്ള വലിയ കടപ്പാട് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നമുക്കറിയാം, നേര്യമംഗലം പ്രദേശം ഏറ്റവും വളരെയേറെ ഫയർ സ്റ്റേഷൻ്റെ സേവനം ആവശ്യമുള്ള ഒരു പ്രദേശമാണ്. കോതമംഗലത്ത് നിന്ന് 20 കിലോമീറ്റർ ദൂരമുണ്ട്. അടിമാലിക്ക് 35 കിലോമീറ്ററും 35 കിലോമീറ്ററോളം അടിമാലിക്കും ദൂരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന നിലയ്ക്ക് ഈ ഫയർ സ്റ്റേഷൻ വളരെ ആവശ്യമാണ്. എല്ലാ തരത്തിലും വളരെയേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. വന്യമൃഗശല്യം, അതോടൊപ്പം തന്നെ കനത്ത മഴയിലുണ്ടാകുന്ന മണ്ണിടിച്ചിൽ, അതോടൊപ്പം തന്നെ കാലവർഷ കാലത്തുണ്ടാകാൻ പോകുന്ന വെള്ളപ്പൊക്കങ്ങളൊക്കെ ഈ പ്രദേശത്തെ ജനങ്ങളെ വലിയ ആശങ്കയിലാക്കുമ്പോൾ ഈ ഫയർ സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചടങ്ങിൽ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോമി തെക്കേക്കര, സൗമ്യ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയങ്ക ടോമി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുനി അയ്യപ്പൻ, ഫ്രാങ്കോ ജെയിംസ്, പഞ്ചായത്ത് അംഗങ്ങളായ PK അലിയാർ, PM കണ്ണൻ, രഞ്ജിത്ത് KK, വിവിധ രാഷ്ട്രീയ നേതാക്കളായ സൈജൻ ചാക്കോ, ജെയ്മോൻ ജോസ്, AT പൗലോസ്, PMA കരീം, AC രാജശേഖരൻ, PM ശിവൻ, PR രവി, നൌഷാദ് ബോബിൻ, EA ഹനീഫ, ജിൻസിയ ബിജു, സ്റ്റേഷൻ ഓഫീസർ രജീഷ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാർ, സീനിയർ ഫയർ ആൻഡ് ഓഫീസർ നൌഷാദ് എന്നിവരും മറ്റ് അഗ്നിരക്ഷാ സേനാംഗങ്ങളും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. പുതുതായി തുറന്ന നേര്യമംഗലം അഗ്നിരക്ഷാ നിലയത്തിൽ അനുവദിക്കപ്പെട്ട മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന MUV വാഹനം ബഹുമാനപ്പെട്ട MLA ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത് കമ്മീഷൻ നിർവഹിക്കുകയാണ്. വളരെ ഈ നാടിൻ്റെ സുരക്ഷാ രംഗത്ത് ഈ 4 മാസത്തിനുള്ളിൽ 70-ലധികം ഫയർ ഇൻസിഡൻറ്റ് കോളുകൾ അറ്റൻഡ് ചെയ്ത് ഈ നാടിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ കൈത്താകാൻ നിൽക്കുന്ന അഗ്നിരക്ഷാ വകുപ്പിന് ഒരു വലിയ കൈത്താകുന്ന രീതിയിലുള്ള ഈ വാഹനം അനുവദിച്ച് കിട്ടിയതിൽ വളരെയധികം വകുപ്പിൻ്റെ ഭാഗത്തുള്ള നന്ദി അറിയിക്കുന്നു. ചടങ്ങിനോടനുബന്ധിച്ച് പിറന്നാൾ ആഘോഷിക്കുന്ന MLA ഷിബു തെക്കുംപുറത്തിന്റെ പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ വാഹനം അഗ്നിരക്ഷാ നിലയത്തിന് ലഭ്യമാക്കിയത്. പുതിയ MUV സേവനത്തിൽ എത്തുന്നതോടെ നേര്യമംഗലം ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. പൊതുജനങ്ങൾക്ക് 101 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ അഗ്നിരക്ഷാ സേവനങ്ങളുടെ സഹായവും ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക്, Media 60 ന്യൂസ്, കോതമംഗലം.